നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ അവണാമനക്കൽ ഗോപാലൻ എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. കൊച്ചി രാജ്യത്ത് തലപ്പള്ളി താലൂക്കിൽ ദേശമംഗലം വില്ലേജിൽ, ദേശമംഗലത്തു മനയെന്നും തൃശ്ശിവപേരൂർ താലൂക്കിൽ ഇടക്കുന്നിൽ വില്ലേജിൽ തെക്കിനിയടുത്ത് കിരങ്ങാട്ട് മനയെന്നും ടി താലൂക്കിൽ തന്നെ കടലാശ്ശേരി വില്ലേജിൽ അവണാമനയെന്നും പറഞ്ഞുവരുന്ന ബ്രാഹ്മണോത്തമ കുടുംബം വകയായി പണ്ടു ഗോപാലൻ എന്നു പ്രസിദ്ധനായിട്ട് ഒരു കൊമ്പനാനയുണ്ടായിരുന്നു. അനേകം ഗുണങ്ങളും യോഗ്യതകളും ഉണ്ടായിരുന്ന ആ ഗോപാലനോട് കിടയായിട്ട് ഒരു കൊമ്പനാന അക്കാലത്ത് വേറെയെങ്ങും ഉണ്ടായിരുന്നില്ലെന്നു മാത്രമല്ല, ഇക്കാലത്തും എങ്ങുമുള്ളതായി കേട്ടുകേൾവി പോലുമില്ല. ഈ ആന ഈ മനക്കൽ വന്നു ചേർന്നത് ഏതുവിധമെന്നും മറ്റും ഇനി പറഞ്ഞുകൊള്ളുന്നു. മേൽപ്പറഞ്ഞ മനക്കൽ കൊല്ലം 1068 ആണ്ട് വരെ ജീവിച്ചിരുന്ന നാരായണൻ നമ്പൂതിരിപ്പാട് സത്യം, ദയ, ദാനം, ധർമ്മം, നീതി, പരോപകാര തൽപരത മുതലായ സൽഗുണങ്ങളുടെ വിളനിലമായിരുന്നതിനാൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മയുള്ളവർ ഇപ്പോഴും പലരുമുണ്ടായിരിക്കാനിടയുണ്ട്. യോഗ്യനും ഭാഗ്യവാനുമായിരുന്ന അവിടേക്ക് ഒരിക്കൽ സ്വന്തമായി ഒരു കൊമ്പനാനയെ വാങ്ങിയാൽ കൊള്ളാമെന്ന് ഒരു മോഹമുണ്ടായി തീരുകയാൽ അതിനായി അന്വേഷണം തുടങ്ങി. അപ്പോൾ പാമ്പുമേക്കാട്ട് മനക്കൽ ഒരു കുട്ടിക്കൊമ്പൻ നിൽക്കുന്നുണ്ടെന്നും അതിനെ വിൽക്കാൻ പോകുന്നുവെന്നും കേട്ട് നമ്പൂതിരിപ്പാട് അങ്ങോട്ട് പുറപ്പെട്ടു. അക്കാലത്ത് ആനകളുടെ ലക്ഷണങ്ങളും ഗുണദോഷങ്ങളും അറിയാവുന്ന ആളായിട്ട് ഊരകത്ത് തെക്കേ വെളിയത്ത് എന്ന വീട്ടിൽ കൃഷ്ണൻ നായർ എന്നൊരാളുണ്ടായിരുന്നതിനാൽ നമ്പൂതിരിപ്പാട് അവിടെ ചെന്ന് ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടാണ് പോയത്. അടുത്ത ദിവസം തന്നെ അവർ പാമ്പുമേക്കാട്ടെത്തുകയും നമ്പൂതിരിപ്പാട് താൻ ചെന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ആ മനക്കലെ അച്ഛൻ നമ്പൂതിരിയെ ധരിപ്പിക്കുകയും ചെയ്തു. Sample complete. Ready to continue?